ബിഗ് ബോസ് ഹൗസിലേക്ക് നമ്മുടെ ശോഭ സുരേന്ദ്രനും ഷിയാസ് കരീമും ഗസ്റ്റുകളായിട്ട് വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഗസ്റ്റുകൾ അത്ര പോരാന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം ശോഭ കുറച്ച് ഓവറാവുന്നുണ്ട്. പിന്നെ ഷിയാസ് കരീം ആണെങ്കിൽ ആ ലൈവ് കണ്ടാൽ മനസ്സിലാവും, കുറച്ച് പുറത്തുള്ള കാര്യങ്ങൾ കുറച്ച് പേരേനൊക്കെ ഒന്ന് വെളുപ്പിക്കാൻ വന്നതാണോ എന്നൊരു തോന്നലുണ്ട്. നമുക്ക് ആ ലൈവ് കാണുമ്പോൾ മനസ്സിലാവും. കാരണം ലക്ഷ്മിയോട് ആ വീടിനുള്ളിൽ ഉള്ളവരോട് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം തന്നെ ബിഗ് ബോസ് വാർണിംഗ് കൊടുക്കുന്നുണ്ട് ഷിയാസിന്. പുറത്തെ കാര്യങ്ങൾ ചോദിക്കാനും പുറത്തെ കാര്യങ്ങൾ പറയാനും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഷിയാസ് ലക്ഷ്മിയോടാണ് ആ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ ശോഭയാണെങ്കിലും പിന്നെ ഒന്നാമത് ഈ ഉള്ളിലുള്ളവർക്ക് എല്ലാവരും ഇവർ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ കൂട്ടം കൂടി നിൽക്കുക എന്നല്ലാണ്ട് ഇവർക്ക് എങ്ങനെയാണ് ഈ ടാസ്ക് ചെയ്യാമെന്നൊന്നും ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നിട്ട് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് കൂട്ടം കൂടി നിൽക്കല്ല, ടാസ്ക് ചെയ്യുകയാണ് വേണ്ടതെന്നൊക്കെ അവരോട് പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മുടെ ഷിയാസ് അനുമോളുടെ പ്ലാച്ചി എടുത്തിട്ട് കളയുന്നുണ്ട്. അതും ഒരു അനുമോൾ ഗെയിം നന്നായിട്ട് കളിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണോ ഇങ്ങനൊരു പ്ലാൻ ചെയ്തതെന്ന്. കാരണം ആ അനുമോളുടെ പ്ലാച്ചി എടുത്തിട്ട് നിൻ്റെ ഒരു പ്ലാച്ചി പറഞ്ഞിട്ട് അനുമോളോട് ചോദിക്കുന്നുണ്ട് നിൻ്റെ പ്ലാച്ചി എവിടെ ചോദിച്ചിട്ട് അനുമോളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് നിൻ്റെ ഒരു പ്ലാച്ചി പറഞ്ഞിട്ട് അത് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കൂടെ അക്ബറും ഉണ്ടായിരുന്നു. അക്ബർ പറയുന്നുണ്ട് അത് ഇവിടെ അല്ല പുറത്തേക്ക് കളയണം എന്നൊക്കെ അക്ബർ നിന്നിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അക്ബറിനെ പുറത്തേക്ക് കളഞ്ഞിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. ഷിയാസ് എന്നിട്ട് പുറത്തേക്ക് വലിച്ചെറിയുന്നുണ്ട്. അത് കണ്ടിട്ട് അനുമോൾ ഓടി വന്ന് കരയുന്നുണ്ട്. അനുമോൾ ഭയങ്കര കരച്ചിൽ, എനിക്കെൻ്റെ പ്ലാച്ചി എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ശോഭ എന്നിട്ട് അനുമോൾ ഓടി വന്നിട്ട് ഡ്രസ്സിങ് റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. അതിന് ശേഷം ശോഭ വരുന്നുണ്ട്. ശോഭ വന്നിട്ട് പറയുന്നുണ്ട് നീ എന്തിനാണ് ഇവിടെ വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശോഭയും ഇതുപോലെ ഒരു ക്ലൂ ആയിട്ടാണോ എന്തെന്നുള്ള അറിയില്ല, അങ്ങനെ ചോദിക്കുന്നുണ്ട്. നീ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഗെയിം കളിക്കാനാണ് പറഞ്ഞിട്ട് അനുമോൾ. അപ്പോൾ അതല്ലേ നിനക്ക് പ്രധാനം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതേ പറയുന്നുണ്ട്. അപ്പോൾ നീ അത് ചെയ്യുക, ലൈഫിൽ പലതും നഷ്ടപ്പെടും, പലതും പോകും, അതൊക്കെ കണ്ട് കരഞ്ഞിരിക്കുകയല്ല വേണ്ടത്, ഇനി നീ ഇവിടെ കരയാൻ പാടില്ല എന്നൊക്കെ ശോഭ ഉപദേശിക്കുന്നുണ്ട് അനുമോളിനെ. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു അടിപൊളി സംഭവം തന്നെയാണ്. പക്ഷെ എനിക്ക് കഴിഞ്ഞൊരു സീസണിലെ അത്രയും ഒരു ഇത് തോന്നി. കഴിഞ്ഞ സീസണിൽ ശ്വേതാ മേനനും സാബുവും വന്നിട്ട് ഉള്ള ആ ഒരു എപ്പിസോഡൊക്കെ വളരെ നല്ലൊരു രസകരമായിരുന്നു. അത് ഭയങ്കര ഒരു ഇതായിരുന്നു. അവിടെ കഴിഞ്ഞ സീസണിലെ ആളുകളും അത് നന്നായിട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഈ സീസണിൽ ഇവർക്ക് എല്ലാം ഒരു കുട്ടികളായിട്ട് ഒരു തമാശകളായിട്ട് അവർക്ക് തോന്നുന്നു. ടാസ്ക് ഒരു ഗൗരവമായിട്ട് എടുക്കാതെ തമാശ പോലെ അവർ അത് കാണുന്നത്. അപ്പോൾ എന്തായാലും ലൈവ് ഞാനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി കൂടുതൽ വിവരങ്ങളായിട്ട് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ വരാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബായ്.